ഡിവൈൻ ഫെമിനൈൻസ് അവരുടെ സപ്രഷൻ്റെ ഫസ്റ്റ് ഘട്ടത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവപ്പെടും. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ട്വിൻ ഫ്ലെയിം ജേണി എന്താണെന്നോ ഇയാൾ ശരിക്കും ആരാണെന്നോ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള അറിവുകളും ഡിവൈൻ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ സെപ്പറേഷൻ്റെ ഫസ്റ്റ് സമയത്ത് ഇവർ കടുത്ത മാനസിക വേദനയാണ് ആദ്യം അനുഭവപ്പെടുക. കാരണം ഇവർക്കൊരു സോൾ ഷോക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ആ സോൾ ഷോക്ക് എന്തിനാണ് ഞാൻ അനുഭവിക്കുന്നത്, എന്തിനാണ് എനിക്ക് ഇങ്ങനെ എൻ്റെ ലൈഫിൽ സംഭവിച്ചത്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അവരുടെ മനസ്സിൽ നിരന്തരം വരിക. ഒരു മെൻ്റലി നല്ല രീതിയിൽ ഡൗൺ ആയിരിക്കും ആ സമയത്ത്. അത് ഒരു സമയത്ത് എന്താണുള്ളത്, ഈ ഒരു ജേണിയിലെ ഒരു ഫസ്റ്റ് പ്രോസസ്സിൽ സംഭവിക്കുന്നത് തന്നെയാണ്. എല്ലാവർക്കും അതൊരു നോർമൽ തന്നെയാണ്. അപ്പോൾ ഈ സമയത്ത് അവർ ഒറ്റപ്പെടും. അവരുടെ ചുറ്റിനും ഒരുപാട് പേരുണ്ടെങ്കിൽ തന്നെ അവർ ഓൾറെഡി ഒരു ഒറ്റപ്പെട്ട പോലെയായിട്ട് തോന്നും. അതായത് എത്ര പേരുണ്ടെങ്കിലും ആരെങ്കിലും ഒരാളെ മിസ് ചെയ്യുന്ന പോലൊരു തോന്നലുണ്ടാവും ചുറ്റിന് എത്ര പേരുണ്ടെങ്കിലും. പിന്നെ തൻ്റെ പ്രശ്നങ്ങളൊന്നും ആരോടും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ മെൻ്റലി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ഇത് ആരോടെങ്കിലും പറയാനും പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. കാരണം ട്വിൻ ഫ്ലെയിംസ് എപ്പോഴും ജേണി ഒരു സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്വിൻ ഫ്ലെയിം മീറ്റിംഗ് സംഭവിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു പൊതുവേ കണ്ടുവരുന്നത് ഒരു മിഡിൽ ഏജ് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഒരു 30s അതിന് മുന്നിൽ കാണുന്നവരുണ്ട്. അവർ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കർമ്മ കുറവുള്ളവരാണെന്ന് തോന്നുന്നു. മാരീഡ് ലൈഫൊക്കെ മൂവ് ചെയ്യുന്നവരാണെങ്കിൽ പുറത്ത് പറയാൻ പോലും പറ്റില്ല, ഒരു ഫ്രണ്ടിനോട് പോലും ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ള റോങ് റിലേഷൻഷിപ്സ് നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് അത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. നമ്മുടെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ലൈഫിനെ ബാധിക്കും. നമുക്ക് ഒരു സൊസൈറ്റിയിൽ ചീത്ത ഒരു കൺസെപ്റ്റ് കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഒരു സൊസൈറ്റിയിലായിരിക്കും ഫെമിനൈൻ എനർജി ജീവിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ വേദനകളൊന്നും ആരോടും തന്നെ ഷെയർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം അവർക്ക് വളരെയധികം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് ദൈവമായിട്ട്, അതായത് ഡിവൈനായിട്ട് പലതരത്തിലുള്ള സയൻസുകൾ ആദ്യം കാട്ടി തുടങ്ങും. അതിൽ ഏഞ്ചൽ നമ്പേഴ്സിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഫസ്റ്റ് ടൈമിലുണ്ട്. എപ്പോഴും ഫസ്റ്റ് സമയത്ത് ഏഞ്ചൽ നമ്പേഴ്സ് 69, 96 ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കും. കൂടുതൽ 69, 96 ഒക്കെ ആയിരിക്കും ഫസ്റ്റ് കാണാം. അപ്പോൾ ഈ സമയത്ത് ഓൾറെഡി ഫെമിനൈൻ എനർജി ഇൻബാലൻസ്ഡ് ആണ്. ഒരു ഫെമിനൈൻ എനർജി ഇൻബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആ നമ്പർ ഒരുപാട് കാണാം. അപ്പോൾ ആ സമയത്ത് ഫസ്റ്റ് സമയത്ത് 96ഉം 69 ഒക്കെ കാണുന്നത് പറയുന്നത് നമുക്ക് എന്താണ് മീനിങ് എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ അതിനെ അന്വേഷിച്ച് പോകും. എന്താണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള നമ്പർ കാണുന്നത്, ഈ നമ്പറിൻ്റെ മീനിങ് എന്താണ്, എന്തുകൊണ്ടായിരിക്കും ഞാൻ കാണുന്നത് എന്നുള്ളൊരു അന്വേഷണമൊക്കെ വരും. ഈ സമയത്ത് സോഷ്യൽ മീഡിയ ഇപ്പോൾ 2026 ഒരുപാട് ഇത്രയും മുന്നോട്ട് വന്ന സ്ഥിതിക്ക് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയാസൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അതുവരെ ട്വിൻ ഫ്ലെയിംസ് എന്താണ്, ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ട് പോലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇവർക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോയുടെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാസ്റ്റ് ലൈഫ് അങ്ങനെ പലതരത്തിലുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട് മുന്നിലേക്ക് വരും. അപ്പോൾ ഈ ഫെമിനൈൻ എനർജി അത് അട്രാക്റ്റഡ് ആയിട്ട് അതെന്താണെന്ന് നോക്കുമ്പോൾ ഇവർക്ക് ഇവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചതായിട്ട് ബന്ധമുണ്ടോ, ബന്ധമില്ലേ, ഇതെന്താണ്, ഇത് തന്നെയാണോ, ഇതെൻ്റെ ട്വിൻ ഫ്ലെയിം ആണോ, ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണം, അത്തരത്തിലൊരു അവസ്ഥ എപ്പോഴും ഒരുവിധം എല്ലാവർക്കും എല്ലാ ട്വിൻ ഫ്ലെയിംസിനും ഉണ്ടാവും. അങ്ങനെയാണ് തങ്ങൾ ട്വിൻ ഫ്ലെയിംസ് ആണോ അല്ലേ എന്നുള്ളൊരു സംശയം ഇവരിൽ ഫസ്റ്റ് ഉണ്ടാവുന്നത്. ഞാൻ ഈ ജേണിയിലാണോ അല്ലെങ്കിൽ ഞാൻ ഈ ജേണിയിലല്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടാവുന്നത്. ഈ ഒരു ഡൗട്ട് ട്വിൻ ഫ്ലെയിം ജേണിയുടെ ഒരു പകുതി കഴിഞ്ഞ്, ഒരു പകുതി യാത്ര കഴിഞ്ഞാലും ഒരു മുക്കാലാവണ വരെ ഉണ്ടാവും. അതായത് ഒരുവിധം ഫെമിനൈൻ എനർജീസ് നല്ല രീതിയിൽ ഒരു 40% ഒരു ഹീലിംഗ് മെത്തേഡിലൂടെ കടന്നു പോയതിന് ശേഷം മാത്രമാണ് അവർക്ക് ഇതിലേക്ക് ഒരു മാനസികമായിട്ടുള്ളൊരു സംശയം അവരുടെ മാറുള്ളൂ. അതുവരെ എല്ലാ ഒരു സ്റ്റേജിലും ഇതുണ്ടാവും. ഇനിയിപ്പോൾ അങ്ങനെ ആയിരിക്കുമോ, അങ്ങനെ ആയിരിക്കില്ലേ എന്നുള്ളൊരു ഡൗട്ട് എപ്പോൾ ഉണ്ടായിരിക്കും. ഈ ഡൗട്ട് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത്. കാരണം യൂണിവേഴ്സായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സയൻസും ഓരോ സിഗ്നൽസൊക്കെ തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ തന്നെയാണ് ആത്മീയമായിട്ടൊരു ഉണർവ് ഡിവൈൻ ഇവർക്ക് കൊടുക്കുക. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും എൻ്റെ ഈ വേദനയ്ക്ക് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഭഗവാനിലേക്ക് പ്രാർത്ഥിക്കുക, ആരോടെങ്കിലും ഒരു വിഷമം പറയണമല്ലോ. അപ്പോൾ അത് അവരവരുടേതായിട്ടുള്ള മതത്തിലുള്ള ആ ഒരു ഡിവൈനായിട്ടുള്ള എടുക്കാൻ ശ്രമിക്കും. കുറേ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. മനഃശാന്തി ആ സമയത്ത് അത്യാവശ്യമാണ്. അവർക്ക് അവരെന്നെ ശാന്തിപ്പെടുത്തിയില്ലെങ്കിൽ
ഒരു വേസ്റ്റ് കണ്ടീഷനിലൊക്കെ പോകുന്ന പല ഡിവൈൻ ഫെമിനൈൻസിനെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പ്രശ്നങ്ങളുണ്ടാക്കും, ഫിസിക്കലി മെൻ്റലി ഒക്കെ പ്രശ്നങ്ങളുണ്ടാക്കും. പക്ഷേ ഒരിക്കലും ഒരു ഫെമിനൈൻ എനർജീനെ ആ ഒരു അവസ്ഥയിലേക്ക് ഡിവൈൻ തള്ളി വിടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ അവർക്ക് ആ ഒരു തിരിച്ചറിവുണ്ടായിട്ട് അവർ ആ ഒരു ആത്മീയമായിട്ടുള്ള വളർച്ച അവർ സ്വയം ഇറങ്ങിത്തിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫസ്റ്റ് ടൈമിൽ കുറേ റിച്വൽസ് പറയുക, കുറേ മന്ത്രാസ് ജപിക്കുക, ഓം നമഃ ശിവായ പറയുക, അതുപോലെ തന്നെ ഭഗവാനെ ഇപ്പോൾ ഗുരുവായൂരപ്പനൊക്കെ കുറേ പ്രാർത്ഥിക്കുക, ഹിന്ദുസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബൈബിളൊക്കെ ഉണ്ടെങ്കിൽ അത് വായിക്കുക, അപ്പോൾ രാമായണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് അതിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഓൾറെഡി ഉള്ള ട്രോമാസും കൂടെ പുറത്ത് വരുന്നൊരു സമയമാണ്. അപ്പോൾ കഴിഞ്ഞ കാലം അത്രയും അവരനുഭവിച്ചിരുന്ന ബാല്യകാല വേദനകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഒരു ഇഷ്യൂ ഇല്ലാതെ നല്ല കാമാൻഡായിട്ടുള്ള ഒരു ലൈഫും ബാല്യകാലവും അതുപോലെ തന്നെ ഒരു മാരീഡ് ലൈഫൊക്കെ ആണെങ്കിൽ ആ മാരീഡ് ലൈഫിൽ വരെ ഇഷ്യൂ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ടിൻ ഫ്ലെയിം ജേണിയിലെ ഡിവൈൻ ഫെമിനൈൻ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവരവരുടെ ആ ഒരു പാർട്ട്ണറായിട്ട് കുറച്ച് കാലത്തേക്കെങ്കിലും ഒരു സെപ്പറേഷൻ അവരുടെ ഫാമിലിയിൽ ഉണ്ടാവും. അതിനായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു ഫെമിനൈൻ എനർജിക്ക് ഈ ഡിവൈൻ മസ്കുലൈനെ കണ്ടതിന് ശേഷം അവർക്ക് അവർ റിയൽ ഇവിടെ ഉള്ള പാർട്ട്ണറുണ്ട് 3Dയിലുള്ള പാർട്ട്ണറോട് അവർക്ക് പൊരുത്തപ്പെടാനും ഇത് ഫിസിക്കലി പൊരുത്തപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെങ്കിലും ഒരു ഫെമിനൈൻ എനർജിക്ക് ഉണ്ടാവും. അത് സ്വാഭാവികം തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ പാനിക്കാവാതെ അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. കാരണം നമ്മുടെ കർമ്മ എത്രത്തോളമാണെന്നുള്ളത് നമ്മൾ ഈ ജേണിയിലൂടെ പോയിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഈ ഫിസിക്കൽ വേൾഡിൽ നമുക്ക് ഡിവൈനായിട്ട് തന്നെയാണ് ഈ പാർട്ട്ണറെ നമുക്ക് കണ്ടുമുട്ടിച്ച് തന്നിട്ടുള്ളത്. കാരണം നമുക്ക് ആ പാർട്ട്ണറായിട്ട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, കർമ്മയുണ്ട്, നല്ല രീതിയിൽ കർമ്മയുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒന്നിനെയും നിർബന്ധപൂർവ്വം ഒന്നിൽ നിന്നും അടർത്തി മാറ്റാനായിട്ട് സാധിക്കില്ല. അതാണ് ഈ ജേണിയിൽ ഡിവൈൻ ഫെമിനൈൻസ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതും. അവരുടെ എടുത്തുചാട്ടം കുറയുന്നു, അവർ കർമ്മയിൽ വിശ്വസിക്കുന്നു, എല്ലാവരോടും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ അവരുടെ ദേഷ്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ ഈ ജേണി ത്രൂ ആയിട്ട് പോകുമ്പോൾ ഡിവൈൻ ഫെമിനൈൻസ് പഠിക്കും. നമുക്കൊന്നും നമ്മളിപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ തിരക്ക് പിടിച്ചതുകൊണ്ടൊന്നും ഈ യാത്ര വേഗം അവസാനിക്കാൻ പോകുന്നില്ല. ടിൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്നത് നിങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം വരെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ്. അത് പിന്നെ നിങ്ങളുടെ കർമ്മയ്ക്കനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. നമുക്ക് പെട്ടെന്നൊരു ദിവസം നമ്മുടെ ചുറ്റിനുള്ള ആളുകളിൽ നിന്നും ഒഴിവാക്കിയിട്ട് നമുക്കൊരിക്കലും നമ്മുടെ ഡിവൈൻ മസ്കുലിൻ്റെ അടുത്തേക്ക് പോകാനും സാധിക്കില്ല. അങ്ങനെ വന്നാൽ തന്നെ ഡിവൈൻ മസ്കുലിൻ അക്സെപ്റ്റ് ചെയ്യൂല. രണ്ടുപേരും ഹീലാവണം, നല്ല രീതിയിൽ ഓൾമോസ്റ്റ് ഹീലായി കഴിയുമ്പോൾ, ഡിവൈൻ ഫെമിനൈൻ ഹീലായി കഴിയുമ്പോൾ മാത്രമാണ് ചെറുതായിട്ടെങ്കിലും ഡിവൈൻ മസ്കുലൈന് ഈ ഒരു റിലേഷൻഷിപ്പ് നോർമൽ റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളതും ഇത് മറ്റെന്തോ തരത്തിലുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അവരും അവരുടെ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുള്ളൂ. അപ്പോൾ അതിന് ശേഷമുള്ള കാര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹീലിംഗ് എത്രത്തോളം നല്ല രീതിയിൽ വേഗത്തിൽ നിന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ജേണിയും യൂണിക്കാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഹീലിംഗ് മുന്നോട്ട് കൊണ്ടുപോകുക. നല്ല രീതിയിൽ ഹീലിംഗ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനാണ്, അതുപോലെ പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത്. കൂടുതൽ പ്രശ്നങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. അപ്പോൾ നിലവിലുള്ള പാർട്ട്ണറുമായിട്ട് പ്രോബ്ലം ഉണ്ടാവുന്നതോട് കൂടിയിട്ട് ഒന്നും കൂടെ തകരാണ് ചെയ്യുക ഡിവൈൻ ഫെമിനൈൻസ്. അപ്പോൾ അത് റീകണക്റ്റഡ് ആവേണ്ട റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഡിവൈൻ ഫെമിനൈൻസ് ഒക്കെ ഒരു പകുതി ഹീലാവണ്ട ഒരു 1 year 2 year കഴിയുമ്പോഴേക്കും, മാക്സിമം 2 years കഴിയുമ്പോഴേക്കും ആ ഒരു ബന്ധം റീകണക്റ്റഡ് ആവും. അല്ല ആ ബന്ധം അവിടെ നിന്ന് കട്ടാവാനുള്ളതാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി അത് കട്ടാവാൻ സാധ്യതയുണ്ട്. അതെല്ലാം നമ്മളെങ്ങനെ നമ്മുടെ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇപ്പം നമുക്ക് ഈ ഒരു പാർട്ട്ണർ തന്നെയാണ് നമുക്ക് ലൈഫ് ലോങ് വേണ്ടതെന്ന് വെച്ചാൽ അതിനൊന്നും ഒരു തടസ്സവും ഇല്ല. നമ്മളെന്താണ് നമുക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജസ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ ഒരുപാട് നമ്മുടെ ക്ഷമ പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ മെയിനായിട്ട് ടിൻ ഫ്ലെയിം ജേണിയിൽ വളരെയധികം ക്ഷമ ഡിവൈൻ ഫെമിനൈൻസിന് അത്യാവശ്യമാണ്. എടുത്ത് ചാടാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നമ്മൾ ഇതിൽ കുറേ കാര്യങ്ങൾ സഹിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡിവൈൻ ഫെമിനൈൻസിന് അതിനുള്ള ഒരു കഴിവുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വളരെ എമ്പത്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, വളരെ സ്നേഹസമ്പന്നമായിട്ടുള്ള ബിഹേവിങ് രീതിയായിരിക്കും അവരുടെ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ സെൽഫ് ലവ് എന്താണെന്നുള്ളതാണ് നമ്മൾ അപ്പം അറിയുക.
അതായത് നമ്മളെ സ്നേഹിക്കാത്ത അല്ലെങ്കിൽ നമ്മളെ വേണ്ടാത്ത ഒരാളിട്ട് പോകുമ്പോൾ അയാളുടെ പുറകെ കുറച്ചൊക്കെ നമ്മൾ ചേസ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഒരു നമുക്ക് സ്വന്തമായിട്ടൊരു സെൽഫ് വർത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പിന്നെ പോവില്ല നമ്മുടെ വാല്യൂ കളയാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങും ഡിവൈൻ ഫെമിനിൻ്റെ ഒരു സെൽഫ് ലവിൻ്റെ സ്റ്റാർട്ടിങ്. അതുവരെ ഡിവൈൻ ഫെമിനൻസിന് ഒന്നും മനസ്സിലാവില്ല. അവർ ഇങ്ങനെ ചേസിങ് മോഡിൽ പോകും, അവിടെ പോയി അന്വേഷിക്കും, ഇവിടെ പോയി അന്വേഷിക്കും, ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നോക്കും, ഈ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും പോവുക. അത് മറ്റൊരാൾ എത്ര പറഞ്ഞു കൊടുത്താലും എത്ര ഹീല് ചെയ്താലൊന്നും മാറില്ല. ഇതൊക്കെ ഒരു റൂട്ടാണ്. ഈ ഒരു വഴി കൂടെ തന്നെ വരണം എന്നുള്ളത് ഡിവൈൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഈ സെൽഫ് ലവിൻ്റെ സമയത്ത് സ്വയം സ്നേഹിക്കാൻ പഠിക്കും എന്ന് പറഞ്ഞില്ലേ, അതായത് മറ്റൊരാളെ ആശ്രയിച്ചിരുന്ന സ്നേഹത്തെ വിട്ട് സ്വയം സ്നേഹിക്കാനും അംഗീകരിക്കാനും ഒക്കെ പഠിക്കും. ഈ ഈഗോ ബ്രേക്ക് ഡൗൺ ആണ് ഇവിടെ സംഭവിക്കുക, നമ്മുടെ ഈഗോ ബ്രേക്ക് ഡൗൺ. പിന്നെ ഭയം, സംശയം ഒക്കെ ഉണ്ടാവുന്ന ഭയങ്കര ഒരു പോരാട്ടമായിരിക്കും മനസ്സിൽ നടക്കുക. ഭയം, സംശയം, ഇതെൻ്റെ ഒരു ഭ്രമമാണോ, ഒരു ഇല്യൂഷനാണോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ എപ്പോഴും വരും. വിശ്വാസവും ഭയവും തമ്മിലുള്ളൊരു പോരാട്ടം തന്നെയാണ് ശരിക്കും നമ്മുടെ മനസ്സിൽ നടക്കുക. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡിസ്ട്രോക്റ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ ശരിക്കും ഒരു ഫെമിനൈൻ എനർജിയിലായിരിക്കില്ല, നമ്മൾ ഇൻബാലൻസ്ഡ് ആവും എന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്നാണ് നമ്മുടെ യാത്ര, നമ്മുടെ റിയൽ ആയിട്ടുള്ള നമ്മുടെ ഫെമിനൈൻ എനർജിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. എല്ലാ വേദനകളും കഴിഞ്ഞു കഴിയുമ്പോൾ ഡിവൈൻ ഫെമിനൈൻ കൂടുതൽ ശക്തിയും ബോധവും ഉള്ള ഒരാളായിട്ട് മാറും. അതാണ് ഇതിലൂടെ ഹൈലൈറ്റ്. അതായത് ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ ഒരു ലവ് അതിനെ അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ ചെന്നിട്ട് മിങ്കിളാവുക എന്നുള്ളതല്ല. ഇതിലൂടെ പോകുമ്പോൾ കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫെമിനൈൻ എനർജി കൂടുതൽ ബോധമുള്ള ഒരാളായിട്ട് മാറുന്നു, ശക്തിയുള്ള ഒരാളായിട്ട് മാറുന്നു, തൻ്റെ മൂല്യം എന്താണെന്ന് സ്വയം തിരിച്ചറിയുന്നു. അപ്പോൾ അവരെന്താണ് ബൗണ്ടറീസ് വെക്കാനായിട്ട് എല്ലാതും അവരവിടെ പഠിക്കുന്നു. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.